ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്തായിരിക്കും ഹൈറിച്ച് ബഡ്സ് കോടതിയിൽ അല്ലെങ്കിൽ സെഷൻ കോടതിയിൽ തോൽക്കാനുള്ള കാരണം എന്നാണ്. നമുക്കറിയാം, പ്രഗത്ഭരായ കേരളത്തിലെ ആദ്യത്തെ 5 പ്രഗത്ഭരായ വക്കീലന്മാരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാളാണ് ഈ കള്ള കമ്പനിക്ക് വേണ്ടി വാദിച്ചിരുന്നത് എന്നറിയാം. പക്ഷേങ്കിൽ എന്തുകൊണ്ടോ കമ്പനിയുടെ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കമ്പനിയുടെ മണി ചെയിൻ്റെ കാര്യങ്ങൾ ശരിയാവണ്ണം വക്കീലിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലുള്ള അനുഭവ പരിചയമില്ലാത്തത് കൊണ്ടോ അദ്ദേഹം അറിയാതെ ലക്ഷക്കണക്കിന് നിക്ഷേപകർ ദുരിതത്തിലാണ് എന്ന് ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അടുത്ത സിറ്റിങ്ങിൽ അത് ലക്ഷക്കണക്കിന് നിക്ഷേപകരല്ല, ലക്ഷക്കണക്കിന് എഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറയുകയുണ്ടായി. എഫക്റ്റഡ് പാർട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനിയെ ആശ്രയിച്ച് നിൽക്കുന്ന, അത് കസ്റ്റമർ ആവാം, കൺസ്യൂമർ ആവാം, മറ്റ് ചെറിയ ചെറിയ വരുമാനം കിട്ടുന്ന മറ്റ് നിയമപരമായ ജോലികൾ എടുക്കുന്ന ആൾക്കാരാവാം. എന്നാൽ അത് ജഡ്ജ്മെൻറ്റിലടക്കം എഫക്റ്റഡ് പാർട്ടീസ്, നിക്ഷേപകർ എന്ന വാക്ക് പറയരുത് എന്നും എഫക്റ്റഡ് പാർട്ടീസ് എന്ന് ആക്കുകയും ചെയ്ത വക്കീൽ സെഷൻ കോടതിയിലെത്തി വാദത്തിനിടെ പറഞ്ഞു, ഞങ്ങൾ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാൻ തയ്യാറാണ്, നിങ്ങൾ അത് അനുവദിക്കുകയെങ്കിൽ എന്ന്. അപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട പബ്ലിക് പ്രോസിക്യൂട്ടർ അത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ്. സർ, ഇദ്ദേഹം നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, അത് നോട്ട് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. അത് ജഡ്ജ് അപ്പോൾ തന്നെ നോട്ട് ചെയ്യുകയും ചെയ്തു, നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കും എന്നുള്ളത്. നമുക്കറിയാം, ഇത് ബഡ്സ് കോടതിയാണ്. ഇത് ഒരുപക്ഷെ EDയുടെ കേസിലാണെങ്കിൽ ഇവർക്ക് രക്ഷപ്പെട്ടു പോയേനെ. EDയുടെ കേസ് എന്ന് പറയുന്നത് ചീറ്റിംഗ് കേസാണ്. ചീറ്റ് ചെയ്തെടുത്ത 3100 കോടിയുടെ കേസാണ് EDയുടെ കേസ്. അത് അവർക്ക് തന്നെ തിരികെ കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ EDയുടെ കേസ് സോൾവ് ആയേനെ. പിന്നെ വിദേശത്തേക്ക് കടത്തിയ ആ കാര്യങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. എന്നാൽ ഇത് അനധികൃത നിക്ഷേപം സ്വീകരിച്ചു ഇല്ല എന്നുള്ള കേസിൽ ഞങ്ങൾ നിക്ഷേപം തിരികെ കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് വഴി ഇവർ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ ഇവരുടെ വക്കീൽ സമ്മതിക്കുന്ന വഴിയുണ്ടായി. അങ്ങനെയാണ്. എന്നാൽ നിക്ഷേപകർക്ക് കൊടുത്തിരിക്കുന്ന ബോണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കാണണം, ഇവരുടെ വെബ്സൈറ്റ് എനിക്ക് കാണണം എന്ന അഭ്യർത്ഥന ജഡ്ജ് വയ്ക്കുകയുണ്ടായത്. അങ്ങനെയാണ് അടുത്ത ദിവസം വെബ്സൈറ്റ് തുറന്ന് അതിൽ പറയുന്ന FIR ഇട്ട ഒരു വനിതയുടെ ബോണ്ട് അവിടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നത്. അതോടുകൂടി ഇവരുടെ വക്കീൽ തല താഴ്ത്തി നിന്ന് ഇത് കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതോടുകൂടി ഇവർ തീരുമാനിച്ചതാണ് ഈ കേസ് ഇനി ജയിക്കില്ല എന്നുള്ളത്. അങ്ങനെ വക്കീലിന് വന്ന ഒരു ആവേശത്തിൻ്റെ പുറത്ത് പറഞ്ഞ ഒരു കാര്യത്തിലാണ് ഈ കമ്പനി മറ്റൊരു അപ്പീലിന് പോലും പ്രസക്തിയില്ലാത്ത വണ്ണം തോൽക്കാൻ പോകുന്നത് എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, 100% ഈ ഒരു വരികൾ നിക്ഷേപകർക്ക് പണം തിരികെ കൊടുക്കാമെന്ന് വക്കീൽ പറഞ്ഞു എന്നുള്ള വാചകം 100% ഇവരുടെ ജഡ്ജ്മെൻറ്റിലുണ്ടാവും. അത് 16-ാം തീയതി നടന്നൊരു സംഭവമാണ്. 16-ാം തീയതിയോ 18-ാം തീയതിയോ നടന്നൊരു സംഭവമാണ്.
അതുകൊണ്ട് തന്നെ നിക്ഷേപം, അനധികൃത നിക്ഷേപം, അത് ഡിജിറ്റൽ ID എന്ന രൂപത്തിൽ ഓൺലൈനിലൂടെ ആൾക്കാർ സാധനം വാങ്ങുന്നതിൻ്റെ ലാഭത്തിൻ്റെ പകുതി ആണ് നിങ്ങൾക്ക് പൂളിംഗമായി ഡിജിറ്റൽ ID വഴി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഓൺലൈനായിട്ട് സാധനം വാങ്ങിയിരിക്കുന്നത്? എവിടെ ഓൺലൈൻ ഡെലിവറി ബോയ്സ്? എവിടെ ഇവർക്ക്? നിങ്ങൾ എന്തെങ്കിലും ഒരു ഡെലിവറി ബോയ്സിനെയോ ഡെലിവറി വാഹനമോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് 8000 OTT ബോണ്ടുകൾ. 8000 OTT ബോണ്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെയായി 400 കോടി. ആ ബോണ്ടാണ് ജഡ്ജ് എടുത്തെടുത്ത് ചോദിച്ചത്, ഈ ബോണ്ട് ഇറക്കാൻ നിങ്ങൾക്ക് RBIയുടെ അനുമതി ഉണ്ടോ എന്ന്. അപ്പോൾ ഇവരുടെ വക്കീൽ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്. അതിൻ്റെ ആവശ്യം ഞമ്മൾക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ആരും തന്നെ മനപ്പായസം ഉണ്ണണ്ട. ഈ കേസ് ഹൈറിച്ച് തോറ്റുപോയിരിക്കുന്നു എന്നുള്ളതാണ്. ബൈ.